നമസ്കാരം, ഞാൻ ഡോക്ടർ സിനു ജയപ്രസാദ്, പട്ടം SUT ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ ഫിസിഷ്യനാണ്. ഞാൻ ഇന്നിവിടെ കോളറ എന്ന രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ കോളറ? വിബ്രിയോ കോളറ എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ചിറകുടലിൽ ബാധിക്കുന്ന അണുബാധയാണ് ഈ രോഗം. മലിനമായ ഭക്ഷണത്തിലും വെള്ളത്തിലും കൂടെയാണ് ഈ രോഗം പടരുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും ഒരേ രീതിയിൽ ഈ അസുഖം ബാധിക്കാം. രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ട് കാണുന്നത് അമിതമായ വയറിളക്കവും ഛർദിലും. തുടക്കത്തിൽ ചെറിയ പനിയും ദേഹവേദനയും കാണാം. വയറിളക്കത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെ കഞ്ഞിവെള്ളം പോലുള്ള വയറിളക്കമെന്ന് പറയുന്നത്. കാരണം ധാരാളം ജലാംശം ഈ വയറിളത്തിൽ കൂടെ പോകും. അത് കാരണം തന്നെ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഈ ഡീഹൈഡ്രേഷൻ കാരണമാണ് മിക്ക കോംപ്ലിക്കേഷനും മരണവും സംഭവിക്കുന്നത്. ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം, മയക്കം, BP കുറയുന്നു, പിന്നെ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു. ഈ രോഗലക്ഷണം ഉള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ORS ലൈനിൽ കുടിക്കേണ്ടതാണ്. ഒരു ദിവസം 2-3 ലിറ്ററെങ്കിലും കുടിക്കണം. ഇനി വീട്ടിൽ ORS ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. 1 ലിറ്റർ ശുദ്ധവെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 6 ടീസ്പൂണും പഞ്ചസാരയും കലക്കിയ ORS ആവും. ഓരോ വട്ടം വയറിളകുമ്പോൾ ORS കുടിക്കുകയും മിനിമം ഒരു 2 ലിറ്ററെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. ഇനി ORS കുടിച്ചിട്ട് വയറിളക്കം നിൽക്കുന്നില്ല, ക്ഷീണമുണ്ട്, പനിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെയും കൂടി കാണണം. ഇനി ഈ അസുഖം എങ്ങനെ നമുക്ക് തടയാം? നേരത്തെ പറഞ്ഞതുപോലെ മലിനമായ ഭക്ഷണത്തിലും വെള്ളത്തിനും കൂടിയാണ് ഈ രോഗാണു പടരുന്നത്. അതുകൊണ്ട് ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ശരിയായ രീതിയിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുക, പാകം ചെയ്ത ഭക്ഷണം അടച്ചു വയ്ക്കുക, ഭക്ഷണത്തിൽ ഈച്ചയോ വേറെ പ്രാണികളോ വരാതെ നോക്കുക, കഴിവതും വെളിയിൽ നിന്നുള്ള ഭക്ഷണം കുറയ്ക്കുക. ഇനി വീട്ടിൽ ഒരു കോളറ രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയെ നോക്കുന്ന ആൾ മലമൂത്ര മലിനങ്ങൾ തൊട്ടതിന് ശേഷം കൈ സോപ്പ് കൊണ്ട് കഴുകുക. നമ്മളും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് സോപ്പിട്ട് കൈ കഴുകണം. ശുദ്ധമായ ഭക്ഷണവും വെള്ളവും കഴിക്കുന്നതോടെ നമുക്ക് ഈ രോഗത്തെ തടയാൻ പറ്റും. നന്ദി.